ഹായ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ മൈസൂരിൽ ഇന്ന് ഫസ്റ്റ് ദിവസം ഫ്ലവർ ഷോ അല്ലവാ സാർ? ഫ്ലവർ ഷോ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ടിക്കറ്റ് ഞാൻ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഫ്ലവർ ഷോ കാട്ടാൻ വേണ്ടിയിട്ട് വന്നിന്. നമുക്ക് ഇന്നത്തെ വിശേഷം ഇതന്നെ. നമുക്ക് എത്ര നമ്മളുടെ മൈസൂരിൽ ഫ്ലവർ ഷോ എങ്ങനെയെല്ലാം ഉണ്ട് എന്നുള്ളതിന് നമുക്കിന്ന് ഓരോന്നായിട്ട് കാണാം. ഇതന്നെ ഗ്ലാസ് ഹൗസ്. ഇതിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് വിധവിധമായ പൂക്കളുണ്ടാവും, അതിനെല്ലാം ഒന്ന് കാണാം. ഇവിടെ തന്നെ ഫ്ലവർ ഷോ നടക്കല് മൈസൂർ. ഇവിടെ നിന്ന് സ്റ്റാർട്ടാവും. ഇത് കളർഫുൾ ചെടികൾ. ഇതിൻ്റെ വലിയ ചെടി നമ്മൾ കാണും, ഇതതിൻ്റെ ബോൺസായി ചെടികൾ. ഇതാ നമ്മളുടെ സേവന്തിക പോലത്തെ എന്താ സ്റ്റൈലിൽ വെച്ച്. അടുത്തത് ഇതായി സേവന്തികയിൽ വലിയത്. ഇതേ പൂവിൻ്റെ നെക്സ്റ്റ് കളർ. ഇത് ഡബിൾ കളർ. ഇതിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ ഇങ്ങനെ ഉണ്ടാവും. ആന്തോറിയം അത് വെച്ചിട്ടുള്ള സ്റ്റൈല് നല്ല വാങ്ങും. ഫുള്ള് ആന്തോറിയം. ഇവിടെ ഇത് റെഡ് ആന്തോറിയം. ഇത് ആന്തോറിയമിൽ തന്നെ ഒരു വെറൈറ്റി ആന്തോറിയം. ഈ വരി ഫുള്ള് ആന്തോറിയം അല്ല. ഇത് നേരത്തെ നമ്മളവിടെ കണ്ടത് ചുവന്ന കളറ്, അതിൽ യെല്ലോ കളർ ഇല. ഗാന്ധി നേരത്തെ കണ്ടല്ലേ, മഞ്ഞ കളറും പച്ച കളറും കണ്ടു. അതിൽ ഇത് റെഡ് കളർ. അതിൽ ഇഞ്ഞൊരു കളർ. ഇത് പൂ ഇവർ ഒതുക്കിയിട്ടുള്ള സ്റ്റൈല് കാണാൻ നല്ല രസമുള്ളത്. ഇതൊന്നും ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സി ടൈപ്പിൽ വെച്ചിന്, ഇതിപ്പുറം യു ടൈപ്പിൽ വെച്ചിന്. അതേമാതിരി ഇതും അത്ര അതിൻ്റെ നേരെ ആപ്പോസിറ്റായിട്ട് വെച്ചിന്. ഇവിടെ മൊത്തം അങ്ങനെ തന്നെ. ഇത് മുമ്പിലുള്ളത് ഗാന്ധി. അതിൻ്റെ ബാക്ക് കുറേ ആൾക്കാർ പോയോണ്ട് ഇതെന്തോ ഒരു സ്റ്റോറി. എന്ത് സ്റ്റോറി എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇതിലുള്ളതെല്ലാം നമ്മളുടെ ലെജൻഡുകൾ തന്നെ, നമ്മളുടെ ഇതിഹാസത്തിൽ പേരില്ലങ്ങനത്തെ ആൾക്കാരുടെ സ്റ്റാച്യു. എല്ലാത്തിനും ഓരോരോ കഥകളുണ്ടാവും. ഇത് ആർക്കങ്ങ് മനസ്സിലായെങ്കിൽ പറയും, നമുക്കും അറിയട്ടെ. എന്ത് പാങ്ങിൽ ഒതുക്കിന് കണ്ട ഒരു ഇച്ചിരി ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ട് ഓരോരോ കളർ പൂക്കൾ ഓരോരോ മാതിരി. പർപ്പിൾ കളറിൻ്റെ സെയിം പൂവ് കളർ ചേഞ്ച് ആയിന്. ഇത് ഒതുക്കി വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഉണ്ട്. ഇത് അതിൽ ഡബിൾ കളർ, അപ്പുറം ഒരു കളറുണ്ട്, ഇവിടെ വൈറ്റ് കളർ. അതേമാതിരി ഇപ്പുറം വന്നാൽ അതേ പൂവ് 3 കളറുണ്ട്.
പൂക്കളുടെ മഴ. ഇത് പുറത്തു ഭാഗം മൊത്തത്തിൽ ഫുള്ള് പൂക്കൾ തന്നെ. നമുക്ക് എത്ര എടുത്ത് പോയിട്ട് നോക്കാം. ഒരു വണ്ടി തന്നെ ആക്കി. ഇതൊരു പൂ കണ്ട, വെറൈറ്റി പൂവ്. ഈ പൂവിൻ്റെ പേരിതാ കാക്സ് കോമ്പ്. ആർക്കൊക്കെ മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളി. ഇതന്നെ കാക്സ് കോമ്പ്. ഞാനും കൂടി ഈ പേര് കേട്ടത് ഇതേ ഫസ്റ്റ്. അതിന് കാണാൻ ഒരുമാതിരി ഡിഫറെൻ്റ് ആയിട്ടുണ്ട് പൂവ്. ഏതാ ഒരുമാതിരി ഡിഫറെൻറ്റ് പൂവ്, നല്ല നല്ല കളറും. ഇത് അത്ര ഫുള്ള് നമ്മളുടെ ചെണ്ടുപൂവും മറ്റേ ഏതെങ്കിലത്തെ ഈ പൂക്കളുണ്ടല്ലോ എല്ലാം ആയിട്ട് മുകളിൽ ഒരു റോസിൽ നന്ദിയാക്കി. നമ്മളെ നന്ദി പറഞ്ഞ അറിയുമല്ലേ? അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഇവിടെ കാണണ്ടല്ലേ, ഇത് റോസിലേ ആക്കിയിട്ടുള്ളത്. വീഡിയോയിൽ ഇത് എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല. ഡയറക്റ്റ് കാണാൻ നല്ല രസമുണ്ട്. ഇത്ര വലിയ നന്ദി റോസിലാക്കിന്. അപ്പുറം ഒരു പെങ്ക്വിൻ ആക്കിന്. പെങ്ക്വിൻ ഇതാ പെങ്ക്വിൻ. ഇത് ഒരു പൂവ് തന്നെ ആക്കിയിട്ടുള്ളത്. ഇതെന്ത് പൂവിന് എനിക്ക് പേരറിയില്ല. എനിക്ക് പൂവ് തന്നെ ആക്കിയിട്ടില്ല. ഒരു വലിയ പെങ്ക്വിനും ഒരു ചെറിയ പെങ്ക്വിൻ. ഇതൊരു പൂവിൻ്റെ രസം കണ്ട. എന്താ രസപ്പൂവ്. ഈ പൂവെല്ലാം ഞാൻ കണ്ടിട്ടേ ഉണ്ടായിട്ടില്ല. കാണാൻ ഭയങ്കരമായിന്. സൂപ്പർ പൂക്കൾ. ഇത് നമ്മളുടെ ചെണ്ടുപൂവ്. ഫ്രഷ് പൂക്കൾ മാത്രം. ഇതിഞ്ഞ് 10 ദിവസം 12 ദിവസം എന്തോ ഉണ്ടാവുമോ. കണ്ട മൊത്തത്തിലെ പൂക്കൾ. ഇതെല്ലാം ഏതേത് പൂവും നമുക്കേ അറിയുന്നവർ നമുക്ക് കമൻ്റ് ആക്കിയിട്ട് പറഞ്ഞു തരണോ. നമ്മൾ എത്ര കാട്ടിത്തരാം. ഈ മാതിരി ഉണ്ട് പൂക്കൾ. ഇതൊരു പൂക്കൾ തന്നെ. എത്ര തീരൂല അത്ര ഉത്തത്തിക്കും ഇതൊരു പൂക്കൾ തന്നെ ഉണ്ട്. ഇന്ന് CM വന്നിട്ട് ഇനാഗ്രേഷൻ ആക്കിയതിനെ കൊണ്ട് മുകളിലെല്ലാം ഇങ്ങനെ ഡെക്കറേഷൻ ആക്കി വെച്ചിരുന്നു. ഇന്നിത് ഫസ്റ്റ് ദിവസം. ഇപ്പുറത്തെ സൈഡിൽ വേറെ ഒരു ടൈപ്പ് പൂവ്, ചെറിയ ചെറിയ പൂക്കൾ. ആങ്കിൽ ഇത് ഒതുക്കി വെച്ചിട്ടുള്ളത് പാങ്ങുണ്ട്. ഇപ്പുറത്ത് ഒരു കളറ്, സെൻറ്ററിൽ റെഡ്, ഇവിടെ ഇങ്ങനെ അതേ ടൈപ്പ് പോയെങ്കിൽ തല വരെയും അതേമാതിരി ഉണ്ട്. ചെടി കണ്ട മൊത്തത്തിലൊരു വലിയ പൂച്ചട്ടിയിൽ. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് സൈഡിലെല്ലാം കാണാൻ കിട്ടും. അല്ലെങ്കിൽ ഇത് ഒതുക്കി വെച്ചെങ്കിൽ ഇത് നോക്കാൻ ഇത്ര ചന്തം ഉണ്ടാവും. സെൻറ്ററിൽ ഫുള്ള് ചെണ്ടുപൂവും, പിന്നെ അപ്പുറം ഇപ്പുറവും വേറെ പൂവ്. കാണാനും ഈ മാതിരി ഉണ്ട്. വാട്ടർ ലില്ലി
മൊത്തത്തിൽ വാട്ടർ ലില്ലി. ഇതിൻ്റെ കൂടെ ഒന്ന് നമ്മളുടെ ഇന്ത്യൻ ആർമി, ഒന്ന് നേവി, പിന്നെ ഒന്ന് എയർഫോഴ്സ്. എയർഫോഴ്സ്, നേവി, ഇന്ത്യൻ ആർമി, ഇത് മൂന്നും വെച്ചിട്ട് ഇവിടെ ഒരു പൂക്കളിനാക്കിന്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ എൻട്രൻസിലുള്ളത് ഫുള്ള് വാട്ടർ ലില്ലി. നമ്മൾ വാട്ടർ ലില്ലി എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ പേര് ഇത് ഇങ്ങനെ ഉണ്ട്, ഇൻഫെക്ഷൻസ്. ഇത് നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂർ സക്സസ് ആയാലേ അതിൻ്റെ വക 3 നമ്മളുടെ ആർമി കാറ്റഗറിൻ്റെതോ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത് കാണുമ്പോൾ നമുക്ക് പ്രൗഡ് ഫീൽ ആവണം. ഇത് കണ്ട ഒരു നോർമൽ ചെടിയിൽ ആർട്ടാക്കിയിട്ടില്ല, ഡബിൾ ആർട്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. എന്താ ഇതൊരു പൂവ്, നല്ല സ്റ്റൈലുണ്ട്. അല്ലെങ്കിൽ ഇവർ ഒതുക്കി വെച്ചിട്ടുള്ള ഭംഗി കൂടാൻ കാരണം ഇവരിങ്ങനെ ഒതുക്കി വെച്ചിട്ടുള്ളത്. എന്താ രസമില്ല പൂവ്. അതിൻ്റെ അടുത്ത് ഇപ്പുറം ഇത് കണ്ടിട്ടില്ല. ഇതാ വൃത്തിയായിട്ട് ഒരു ലൈന് പ്രകാരം ഒതുക്കി വെച്ചിട്ടുണ്ട്. അതിനെ കൊണ്ട് കാണാൻ നല്ല പാങ്ങുണ്ട്. ഇത് പൂവ് സൂപ്പർ പൂവല്ലേ. ദയവ് ചെയ്തിട്ട് ഈ പൂക്കളെല്ലാം ഇഷ്ടമായെങ്കിൽ നമ്മൾക്കൊരു കമൻ്റ് ആക്കണോ. എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് കാട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഇതെല്ലാം വന്ന് പിടിച്ചോണ്ടില്ലത്. ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒരു കമൻറ്റ് ആക്കിയിട്ട് നമുക്ക് ഇഷ്ടമായി അറിയിച്ചെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ പിടിക്കാൻ ഒരു നല്ല ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. ഇത് മെയിൻ ഹൈലൈറ്റ് സാധനം സൂര്യകാന്തിൻ്റെ ഒരു ഫാം തന്നെ ആക്കിന്. സൺഫ്ലവർ എന്താ രസമുണ്ടല്ലോ കാണാൻ. ഇതാ സൂപ്പർ സൺഫ്ലവർ. എല്ലാവരും ഈ ടൈമിക്ക് ഇത് പൂവാകും. അങ്ങനെ എത്ര മെനക്കെട്ടിട്ടുണ്ടാവും. ഇതെല്ലാം റിയൽ ചെടി തന്നെ. ഇതാ കുറേ പണിയെടുത്തിട്ടുണ്ടാവും ഇതിൻ്റെ ബാക്കിൽ. സൺഫ്ലവർ ഒരേ കളറായിട്ട് വണ്ണ പൂക്കൾ. ഞാൻ തന്നെ ഇങ്ങനത്തെ ഇത്ര വണ്ണല്ല സൺഫ്ലവർ പൂവിനെ ആദ്യമായിട്ട് കണ്ടുകൊണ്ടില്ലത്. ഇത് അതിൻ്റെ ഇടയിൽ തേന് വന്നിട്ടൊന്ന് തേന് സംക്രമിച്ചുകൊണ്ടുണ്ട്. ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അടുത്തത് നെക്സ്റ്റ് ഇനി വരുമ്പോൾ ഇങ്ങോട്ട് ഭാര്യനെയും കുട്ടികളെയും കൂട്ടിയിട്ട് വരണം. എന്താ രസമല്ലേ. സോറി, മൊത്തം ഒരു റൗണ്ടിൽ ഒരു സൺഫ്ലവറിൻ്റെ ഇതാ. ഇപ്പുറത്തും ഉണ്ട് സൺഫ്ലവർ. ഇത് അതിൻ്റെ കൈ ലേസം ബണ്ണയില്ലത്. ഇതാ കാണാൻ ഇത്ര പാങ്ങുണ്ട്. എങ്ങനെയുണ്ട് എന്ന് കണ്ട ദയവ് ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ ഒരു കമൻറ്റ് ഇടണേ. എല്ലാം ഒരേമാതിരി വിരിഞ്ഞിട്ടുണ്ട്. സൂപ്പർ സൺഫ്ലവർ. നടക്കുന്ന 2 വഴിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കളർഫുൾ പൂക്കൾ. ഇതൊരു പൂക്കളുടെ മയ. എന്താ രസം. അതിൻ്റെ ഇടയിൽ നമ്മളുടെ ഫേവറേറ്റ് പൂവ്. ഇത് ജംബു സവാരി. ഇതന്നെ മെയിൻ ദസറത്തിൻ്റെ അന്ന് ഇവിടെ നാം മിഞ്ഞാത്ത വീഡിയോയിൽ കാട്ടിയ ആ ആന ഇതേമാതിരി അമ്പാരീനെ എടുത്തിട്ട് നടക്കും.
അപ്പോൾ അതിനെ ഇത് വെറും പൂക്കളിലാക്കിയിട്ടുള്ളത് റോസ് പൂ. ഇത് ഈ പൂവിൻ്റെ പേര് എനിക്ക് അറിയില്ല. ഇതേ പൂവ് ഞാനൊരിക്കൽ വീഡിയോ ആക്കിന്. ഈ പൂവിൻ്റെ പേര് അറിയുന്നവർ ദയവ് ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കണം. കാണാൻ നല്ല രസമില്ല അങ്ങനത്തെ ഒരു പൂവ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിഞ്ഞെങ്കിൽ പറയും. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പൂക്കളുണ്ട്, നല്ല രസമുണ്ട്. ഇത് നമ്മളുടെ വേൾഡ് മാപ്പ്. ഇത് വെറും പൂവ് തന്നെ ആക്കിയിട്ടുള്ളത്. എത്ര റിസ്ക് എടുത്തിട്ട് ആക്കിയിട്ടുണ്ടാവുമോ എന്താ അറിയില്ല. കാണാൻ നല്ല പാങ്ങുണ്ട്.